Namaskaram guys, this is Nishanth Reghunath here, welcoming you to a new video from my series Cracking Income Tax. Right, so with the last couple of videos we finished basics and we went to the concept of residential status and scope of income. നമ്മൾ കണ്ടു എപ്പോഴാണ് എങ്ങനെയാണ് ആരുടെ കയ്യിൽ വെച്ചാണ് എന്തൊക്കെ തരം ഇൻകംസ് ആണ് ടാക്സ് ചെയ്യാന്നുള്ളത്, അത് സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ കണ്ടു. ആൻഡ് ഫ്രം ദെയർ ഓൺ വി വെന്റ് ടു ഇൻകംസിൽ രണ്ടാക്കി നമുക്ക് ഇൻകമിനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വി ഡിഡ് ദ സ്റ്റഡി ഫോർ exempted incomes in the previous videos wherein we saw section 10 items and out of which agricultural income ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. കപ്പിൾ ഓഫ് ടോപ്പിക്സ് ദർ, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഒന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 3 പീസസ് ആയിട്ട് ആ ചാപ്റ്റർ ഇങ്ങോട്ട് പോരും. ഈസി ആയിട്ട് ആ 3 പീസസിനെ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിരുന്നു. നൗ വി ആർ മൂവിങ് ഓൺ ടു ടാക്സബിൾ ഇൻകംസ്. ആൻഡ് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു ഇൻകം ടാക്സബിൾ ആവണമെങ്കിൽ വി നോ ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ആ ഇൻകത്തിനെ ഈ കാണുന്ന 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് ക്ലാസിഫൈ ചെയ്തേ പറ്റൂ. So we have income from salaries, and income from salaries വിളിക്കേണ്ട ആവശ്യമില്ല, salaries മാത്രം വിളിച്ചാൽ മതി. Next one, income from house property. Third one, profits and gains from business or profession. Fourth one, capital gains, and last one, income from other sources. Right, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ we will be entering the first head of income, that is income from salaries. Okay, so ഈ complete set of headsന് അതിൻ്റെതായ sections ഉണ്ട്, and the sections that govern income from salary are ആ sectionsൻ്റെ ഒരു സെല്ല് നമുക്ക് ഇടാം. Sections 15 to 17, and it's not just section 15 to 17, കുറച്ച് section 10 കുറച്ച് exempted incomes ഇവിടെ കയറി വരും. Alright, so yeah, let's head to the study of income from salaries. Yes, perfect. Right, നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്ററിനെ ഞാനിവിടെ 3 ആക്കി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് സൂം ഒന്ന് കുറയ്ക്കാം. കംപ്ലീറ്റ് ചാപ്റ്ററിനെ ഞാൻ 3 ആക്കി ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ആസ് യു ക്യാൻ സീ there is section 15 for chargeability, section 17 കുറേ ഡെഫിനിഷൻസ് ആണുള്ളത്, ആൻഡ് സെക്ഷൻ ദിസ് ഹാസ് നോ സെക്ഷൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. ആർ മെയിൻ ഏരിയ ഇസ് ദിസ് പെർട്ടിക്കുലർ ഐറ്റം കോൾഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം. ഓക്കെ, ആ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകമിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ഫോർമാറ്റ് ഉണ്ട് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ, സാലറീസ് കമ്പ്യൂട്ട് ചെയ്യാൻ. നോ, ദിസ് ഇസ് നോട്ട് എ സ്ട്രിക്റ്റ് ഫോർമാറ്റ്, ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നുമില്ല, ബട്ട് ദിസ് ഇസ് എ ഫോർമാറ്റ് ദാറ്റ് ഐ സജസ്റ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ലുക്ക് നീറ്റ്. ആ ആൻസറിന് ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് വൺ ഫോർമാറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 16 ഡിഡക്ഷൻസ്. ഒരു കാര്യം ഓർത്താൽ മതി, ഐ വിൽ ബി ടീച്ചിങ് ദീസ് ഡിഡക്ഷൻസ് അലോങ് വിത്ത് ദ ഫോർമാറ്റ് ഇറ്റ് സെൽഫ്. ഓൾറൈറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരും. അതല്ലാണ്ട് നോക്കിയാൽ നമുക്കൊരു 4 ഐറ്റം ഇവിടെ കാണാനുള്ളത് അല്ലേ. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അലവൻസസ്, പെർക്വിസിറ്റ്സ് ആൻഡ് PF. ഈ 4 ഐറ്റത്തിൽ ഈ 3 നമ്മുടെ ഇൻകം ഫ്രം സാലറിയിലെ മെയിൻ ഏരിയാസ്. ഓക്കെ, അപ്പം എന്താണ് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, എന്താണ് അലവൻസ്, എന്താണ് പെർക്വിസിറ്റ്സ്, എന്താണ് PF, അതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ വീഡിയോ ലെസനിൽ കാണുന്നതായിരിക്കും. സോ ഷാൽ വി സ്റ്റാർട്ട്? പെർഫെക്റ്റ്. സോ ആപ്ലിക്കബിൾ സെക്ഷൻസ് ആർ സെക്ഷൻസ് 15 to 17. അതല്ലാതെ കുറച്ച് സ്പെഷ്യൽ സെക്ഷൻസ് ഫോർ എക്സംഷൻസ് കയറി വരും, ആൻഡ് ദാറ്റ്സ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അലവൻസ്, പെർക്വിസിറ്റ്, PF. ഇതിനൊക്കെ കുറച്ച് സ്പെഷ്യൽ സെക്ഷൻസ് കയറി വരും, ആൻഡ് ദാറ്റ് സ്പെഷ്യൽ സെക്ഷൻസ് ആർ ഓൾ ഫ്രം സെക്ഷൻ 10. ഓക്കെ, റൈറ്റ്. Now going to section 15, chargeability. എന്താണ് ഇൻകം ഫ്രം സാലറീസ് പറയുന്നത്? ഇനി അതിലേക്ക് പോകുന്നതിന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എവ്രി ഹെഡ്, സേ നമുക്ക് 5 ഹെഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട് അല്ലേ. ഈ 5 ഹെഡ്സിന് അതിൻ്റേതായ സെക്ഷൻസ് കുറേ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സാലറിയുടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ഇസ് 15 to 17. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇസ് 22 to 27. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ സെക്ഷൻസ് ഉണ്ട്. PGBB is 28 to 44. ഒറ്റ കാര്യം ഓർക്കുക, ഈ സെക്ഷൻസിലെ ഫസ്റ്റ് സെക്ഷൻ വിൽ ഓൾവേസ് ബി an item called chargeability. ഓക്കെ, അപ്പോൾ സാലറിയിൽ ആദ്യത്തെ സെക്ഷൻ ഇതാ 15, ഹൗസ് പ്രോപ്പർട്ടിയിൽ 22. ഇപ്പോൾ PGBP എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 28 to 44 ആണ്. അപ്പോൾ 44. ക്യാപിറ്റൽ ഗെയിൻസ് എടുക്കുകയാണെങ്കിൽ 45 to 55. 45 is going to be chargeability. മറ്റേത് നമ്മുടെ അതർ സോഴ്സസ് എടുക്കുകയാണെങ്കിൽ 56 to 59. സോ 56. ഫസ്റ്റ് സെക്ഷൻ എല്ലാം ചാർജബിലിറ്റി ആയിരിക്കും. ചാർജബിലിറ്റി എന്ന് പറയുന്നത് എന്താ? വാട്ട് മേക്സ് ആൻ ഇൻകം ടാക്സബിൾ അണ്ടർ ദാറ്റ് ഹെഡ്. അപ്പോൾ സെക്ഷൻ 15 will tell you
എപ്പോഴാണ് ഒരു ഇൻകം സാലറി ആയിട്ട് ടാക്സബിൾ ആകുന്നത്? 22 വിൽ ടെൽ യു എപ്പോഴാണ് ഒരു ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ ആവുന്നത്. 28 വിൽ ടെൽ യു എപ്പോഴാണ് ഒരു ഇൻകം PGBP ആക്കേണ്ടത്. അതുപോലെ 45 ആൻഡ് 56 വിൽ ടെൽ യു ദ സെയിം ഫോർ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്. Let's start section 15 chargeability. എപ്പോഴാണ് ഒരു ഇൻകം സാലറി ആവുന്നത്? കുറച്ച് പോയിന്റ്സ് ഇവിടെ. നമ്പർ 1, ദർ ഷുഡ് ബി എൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ടും വേണം. ഇറ്റ് ക്യാൻ ബി ഓഫ് പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. പാസ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് ഒരാളുടെ എംപ്ലോയി അല്ല, പക്ഷേ എനിക്ക് ഇന്നൊരു പേയ്മെൻറ്റ് കിട്ടുന്നത് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? പണ്ട് ഞാൻ ഒരാളുടെ എംപ്ലോയി ആയിരുന്നു പറഞ്ഞാലേ, പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ ഇസ് ഓൾസോ സാലറി. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, എനിക്കിപ്പോൾ സാലറി കിട്ടുന്നു, യെസ്. ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് കയറാൻ പോവുക. സേ ഞാൻ ഒരു 3 മന്ത്സിൽ കയറാൻ പോവാം. സേ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ ജോലിക്ക് കയറാൻ പോവാം. ആ എംപ്ലോയർ ഇന്ന് എന്നെ ജോലിക്ക് എടുത്തു, ഇന്ന് എനിക്ക് അഡ്വാൻസ് വന്നു. എനിക്കിന്ന് അഡ്വാൻസ് സാലറി പേ ചെയ്തു. ഈ അഡ്വാൻസ് സാലറി തന്നെ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ അഡ്വാൻസ് സാലറി എനിക്ക് കിട്ടിയത് ഫ്യൂച്ചറിൽ എനിക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. അത് വേറെ കളറിൽ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ഇസ് നോട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അത് കാരണം ഇത് സാലറി ആകില്ല. ഓക്കെ, ഒരിക്കലും ഒരു ഏജന്റിന് പ്രിൻസിപ്പൾ കൊടുക്കുന്ന പേയ്മെന്റ് സാലറി ആവില്ല. കാരണം അവരുടെ ബന്ധം ഇസ് നോട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അവരുടെ ബന്ധം എന്താണ്? ഇസ് ദി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ആൻ ഏജൻസി. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സാലറി റിസീവ്ഡ് ബൈ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഒരു ഫേമിലെ പാർട്ട്നേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ ഫേമും ആ പാർട്ട്ണറും തമ്മിൽ എംപ്ലോയി ബന്ധമാണോ? അല്ലല്ലോ. ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ഓണർ അല്ലേ? അപ്പോൾ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ നോക്കിയാൽ ഒരു എംപ്ലോയർ റിലേഷൻ ആവുമോ? ഒരിക്കലില്ല. അത് കാരണം അത് സാലറി ആവില്ല. നോട്ട് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 15. ഓക്കെ, അത് PGBPയിലേക്ക് പോകും. നെക്സ്റ്റ്, സാലറി റിസീവ്ഡ് ബൈ MPs ആൻഡ് MLAs. ഒരിക്കലും അല്ല. കാരണം MP MLA എന്ന് പറഞ്ഞാൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അല്ലാണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ജോലിക്ക് കയറി ഒരാളുടെ അടിയിൽ ജോലി ചെയ്യുന്ന ആളല്ലല്ലോ. എലക്ട് ചെയ്യപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അത് കാരണം അവരും ഒരിക്കലും സാലറി ഏണേഴ്സ് ആവില്ല. ഈവൻ തോന്നെ സാലറി എന്ന് വിളിച്ചാൽ പോലും ടാക്സിൻ്റെ കണ്ണുകളിൽ സാലറി ആവില്ല. നെക്സ്റ്റ്, സാലറി റിസീവ്ഡ് ബൈ ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസാണ് കൊടുക്കുന്നത്. ആ ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസ് കൊടുക്കുന്നത് ഒരിക്കലും സാലറി ആവില്ല. ഇനി ചിലപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുകയാണ്, നമുക്ക് ഈ സാലറി, ഈ ഡയറക്ടറിനെ നമ്മുടെ ഫിനാൻസ് മാനേജറായിട്ട് ഇരുത്താം, നമുക്ക് നമ്മുടെ ഈ ഡയറക്ടറിനെ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് ഇരുത്താം, എന്നിട്ട് അവർക്കൊരു പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് അവിടെ വെച്ചു. ഓക്കെ, ക്ലിയർ? അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ആ എംപ്ലോയർ എഗ്രിമെൻറ്റ് അവിടെ വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകം ഏൺഡ് ബൈ എ പ്രൊഫഷണൽ ഇസ് നോട്ട് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 15. പ്രൊഫഷണൽ ഏൺ ചെയ്തത് ഒരിക്കലും ഇൻകം ഓഫ് സാലറി അല്ല. ഞാനൊരു പ്രൊഫഷണലാണ്, ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കൊച്ചിൻ ചാപ്റ്റർ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന പേയ്മെൻറ്റ് ഒരിക്കലും സാലറി ആവില്ല. അതെൻ്റെ പ്രൊഫഷണൽ ഫീസാണ്. ഓക്കെ, സോ പ്രൊഫഷണലുടെ ഇൻകം പ്രൊഫഷണൽ ഏൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് സാലറി. ഓക്കെ, ഇറ്റ്സ് ഓൾവേസ് ട്രീറ്റഡ് ആസ് പ്രൊഫഷണൽ ഫീസ്. ഇൻകം ഏൺഡ് ബൈ അഡ്വക്കേറ്റ് ജനറൽ സാലറി അല്ല. നൗ ദിസ് ഇസ് എ ഹൈലൈറ്റ്. അടുത്ത പോയിന്റ് ഹൈലൈറ്റ് ആണ്. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ജഡ്ജസ് ഈസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 15. അത് സാലറിയാണ്. കാരണം അവരെ കണക്കാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാഫായിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷണറീസ് ആയിട്ടാണ്. ഓക്കെ, യെസ് ഓർ നോ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം, കോൺട്രാക്ട് ഓഫ് സർവീസ്, ഒരു സർവീസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഐ ആം കമ്മിങ് അണ്ടർ യുവർ സർവീസ് എന്നും പറഞ്ഞൊരു കോൺട്രാക്ട് വയ്ക്കുകയാണെങ്കിൽ സാലറി. ഇനിയല്ല, ഒരു സർവീസ് ഓപ്പൺ ആയി, അതിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ട് വയ്ക്കും. എൻ്റെ വീട്ടിലൊരു പണി ചെയ്യണം, എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കണം. ആ പെയിൻ്റ് അടിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് ആ സർവീസ് ചെയ്യാനായിട്ട് ഒരാൾ കോൺട്രാക്ട് വെച്ചു. ഒരു കോൺട്രാക്ടർ വന്നിട്ട് കോൺട്രാക്ട് വെച്ചു, പെയിൻ്റ് വന്നിട്ട് കോൺട്രാക്ട് വെച്ചു. അയാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഇസ് കോൺട്രാക്ട് ഫോർ സർവീസ്. ഒരിക്കലും സാലറി ആവില്ല. ദാറ്റ് ബി PGBP. ക്ലിയർ? Now a very important point, salary is taxable as and when due or received, whichever is earlier. അതായത് salary can be taxable when it is received or when it becomes due. Just check the earlier date. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറി, I get into a job and I am told my salary becomes due. സാലറി ഡ്യൂ ആവും എപ്പോൾ? ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത് ആണ് എൻ്റെ സാലറി ഡ്യൂ ആവുന്നത്. സേ ഞാനൊരു പെർട്ടിക്കുലർ മാസം അത് റിസീവ് ചെയ്യുന്നത് 3rd of next month ആണെന്ന് വയ്ക്കുക. 3rd of next month. അപ്പോൾ ഐ എം റിസീവിങ് ഇറ്റ് ഓൺ 3rd, ബട്ട് മൈ ഡ്യൂ ഇസ് ഓൺ 1st. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഓൺ 1st. ഇനി സേ ഒരു റയർ കേസിൽ ഞാൻ റിസീവ് ചെയ്യുന്നത് 30th of not next month, of current month. അതായത് എംപ്ലോയർ പറയുക, നമ്മുടെ അടുത്ത ആഴ്ച, അത് ഈ 1ാം തീയതി തൊട്ട് 4ാം തീയതി വരെ പബ്ലിക് ഹോളിഡേ, ബാങ്കൊന്നും ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഈ മാസം തന്നെ സാലറി തന്നേക്കാം, അടുത്ത മാസം വരെ പോകണ്ട, ഡ്യൂ ആവണ വരെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ വിച്ച് ഇസ് ഏർലിയർ?
This is earlier, right? 30th of current month is earlier. So it will be taxable when it's received. Okay. So due or received, whichever is earlier. Yani whichever is earlier, whichever is higher, whichever is lower. ഇങ്ങനെയാട്ടോ എഴുതുക. Okay. Right. Next, place of accrual is where services are rendered. ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഇതൊന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. Place of accrual of salary is where the services are rendered. Okay, this is a very important point. പക്ഷേ ഇതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ വൺ തിയറിയിൽ മാത്രമേ കണ്ടുള്ളൂ. ഒരു തവണ ചോദിച്ചേക്കുന്നത് കണ്ടു. ഓക്കെ, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എൻ എംപ്ലോയി ഫോർഗോസ് സാലറി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഓർ റിക്വസ്റ്റ് ദി എംപ്ലോയർ ടു കോൺട്രിബ്യൂട്ട് സാലറി ടു എ ചാരിറ്റബിൾ കോസ്, അല്ലെങ്കിൽ എംപ്ലോയർ അടുത്ത് എനിക്ക് സാലറി തരണ്ട, അത് ഈ ചാരിറ്റബിൾ കോസിന് കൊടുക്കുക. ഓക്കെ, എനിക്ക് തരണ്ട. അപ്പോൾ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സാലറി ഫോർഗോൺ ബട്ട് ഇസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 15. ഓക്കെ, ടാക്സബിൾ ആവും. എനിക്ക് എന്നെ ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ സാലറി ഫോർഗോ ചെയ്തു എന്ന് വെച്ചു. പക്ഷേ ടാക്സബിൾ ആവില്ല. എപ്പോഴാണെന്നറിയാമോ? വെൻ ഇറ്റ് ഇസ് ഫോർഗോൺ ഓർ സറണ്ടർ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഗവൺമെൻറ്റിനാണ് നമ്മൾ നമ്മുടെ സാലറി ഇട്ട് കൊടുക്കുന്നെങ്കിൽ ടാക്സബിൾ ആവില്ല. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, നിർബന്ധമായിട്ടും പറഞ്ഞു, ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻ അല്ലേ? employer-employee relation വേണമെന്ന് പറഞ്ഞു. How does an employee-employer relation come to be? It comes from an employment contract. അല്ലേ? ആ ഒരു കോൺട്രാക്ട് വെച്ച് ഈ രണ്ട് പാർട്ടീസും ഒപ്പിടുമ്പോഴാണ് അവർ തമ്മിൽ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻ വരുന്നത്. അങ്ങനത്തെ ഒരു റിലേഷനിൽ നിന്ന് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എന്തു വേണമെങ്കിലും കൊടുത്തോട്ടെ, അത് സാലറി ആവും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ടാക്സ് ഫ്രീ സാലറി. അത് ഇവിടെ കാണുന്ന കുറച്ച് തിയറിറ്റിക്കൽ ഏരിയ ആണ്. വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, or just take note of whatever you are seeing right now. Pause the video and take notes of whatever that you are seeing right now. ഈ point 2, 3 and 4. Okay, കാരണം അതിപ്പോൾ എഴുതിയെടുത്താൽ മതി. I'll explain it to you after the whole study. Fine? So just pause, take note. Yeah? ഇനി take note of this as well. Profit in lieu of salary. കാരണം ഇതിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന കുറേ ടേംസ് അറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കിടക്കണോ ടെർമിനൽ കോമ്പൻസേഷൻ, അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തണം. URPF, സൂപ്പറാനുവേഷൻ ഫണ്ട്, അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ചും കൂടി ഏരിയാസ് കവർ ചെയ്യണം. ഓക്കെ, സോ പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദിസ്. സോ 2, 3, 4 പോയിന്റ്സ് അവിടെ കിടക്കട്ടെ. വിൽ കം ബാക്ക് ടു ദാറ്റ് ലേറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്ഷൻ 15 പഠിപ്പിക്കുന്നതിന് സെക്ഷൻ 16 ഡിഡക്ഷൻസും പഠിപ്പിക്കുന്നത്. സെക്ഷൻ 16 ഡിഡക്ഷൻസിന് നമുക്ക് 3 ഐറ്റംസാണ് കിട്ടുക, 1, 2 and 3. നമ്പർ 1 ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് ഏതൊരു ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കും, സാലറി ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്ക് ആ സാലറിയിൽ നിന്ന് കമ്പൾസറി ആയിട്ട് ഒരു ഐറ്റം ഡിഡക്ട് ചെയ്യാം. ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നൗ വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോസ് സാലറി അല്ലെങ്കിൽ ₹50,000 whichever is lower. ഇപ്പോൾ ഈ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ കാണിച്ചുതരാം. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സാലറിയിൽ വരാവുന്ന എല്ലാ ഐറ്റംസും കണ്ടോ, ഓരോ ഐറ്റംസായിട്ട് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്ന ഐറ്റമാണ് ഗ്രോസ് സാലറി. ഓക്കെ, അതാണ് ഗ്രോസ് സാലറി. അപ്പോൾ ആ ഗ്രോസ് സാലറി അല്ലെങ്കിൽ ₹50,000 whichever is lower. ക്ലിയർ? whichever is lower. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതിന് സെക്ഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 16(1)(a). അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നെക്സ്റ്റ്, എന്റർടൈൻമെന്റ് അലവൻസ്, അത് സെക്ഷൻ 16(2). സെക്ഷൻ 16(2). നൗ ഒരു കാര്യം ഓർക്കുക, ദിസ് ഐറ്റം വിൽ ഓൺലി ബി allowed ആസ് എ ഡിഡക്ഷൻ ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി മാത്രമാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ നമ്മുടെ പേരൻസ് പോക്കറ്റ് മണി തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ അലവൻസ് തരുന്നു, ട്രാവൽ അലവൻസ് തരുന്നു, അങ്ങനെയൊക്കെ തരുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു പെർട്ടിക്കുലർ പർപ്പസ്, നമുക്കൊരു പെർട്ടിക്കുലർ പർപ്പസിന് കാശ് ചിലവ് വരും, ആ ചിലവ് മീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി തരുന്ന പേയ്മെൻറ്റാണ് അലവൻസ്. അങ്ങനെ പല അലവൻസുകളുണ്ട്. നമ്മളവിടെ സാലറിയുടെ ബ്രേക്കപ്പിൽ കണ്ടു, നമുക്ക് മെയിനായിട്ട് പഠിക്കുക റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അലവൻസ്, പെർക്വിസിറ്റ്സ്, PF ആണെന്ന്. അപ്പോൾ ഒരു പ്രത്യേക അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, നമുക്കത് തന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഫുള്ളി ടാക്സബിൾ ആയിട്ട്. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ക്ലെയിം ഡിഡക്ഷൻ ഫോർ ദ സെയിം only if you are a government employee. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യാൻ ഡിഡക്ഷൻ, ആൻഡ് ദാറ്റ് ഡിഡക്ഷൻ will be the lower of 20% of basic pay, 5,000
or actual received. I repeat, ആദ്യം നമ്മളതിനെ ഫസ്റ്റ് നമ്മളതിനെ ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും, ഇൻകം ആക്കും, ആസ് എൻ അലവൻസ് ടാക്സബിൾ ആക്കും. ഓൾറൈറ്റ്. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് വി ആർ എ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം ഡിഡക്ഷൻ കിട്ടും. Now the deduction shall be the lowest of number 1, 20% of basic pay. Number 2, rupees 5,000. Number 3, actual received. ഇതിലെ whichever is lower. ഇപ്പോൾ 20% of basic pay അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ whatever you are receiving as the allowance. ഇപ്പോൾ ഇവിടെ ഡൗട്ട് വരാൻ സാധ്യതകൾ എന്താണ് ഈ ബേസിക് പേ പറഞ്ഞുതരാം. I'll tell you what basic pay is. ബേസിക് പേ എന്ന് പറഞ്ഞാൽ സാലറി നമുക്ക് കിട്ടുമ്പോഴേ പല പല രീതിയിൽ ബ്രോക്കൺ ഡൗൺ ആയിരിക്കും. അത് ബേസിക് പേ ഇത്ര, DA ഇത്ര, കമ്മീഷൻ ഇത്ര, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിൽ ഫസ്റ്റ് സാധനമാണ് ബേസിക് പേ. ഓക്കെ, ക്ലിയർ? അപ്പോൾ 20% ഓഫ് ബേസിക് പേ. തേർഡ് ഐറ്റം പ്രൊഫഷണൽ ടാക്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ we can deduct it, but only on payment basis, payable basisൽ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്താൽ ഡിഡക്ട് ചെയ്യാം, പേ ചെയ്താൽ മാത്രം. ഇനി വേറൊരു പോയിന്റ് ഉണ്ട്, ഇഫ് എംപ്ലോയർ പേസ് ദെൻ ഫസ്റ്റ് ഇൻക്ലൂഡഡ് ആസ് എൻ ഐറ്റം ഓഫ് പെർക്വിസിറ്റ്. നമ്മൾ നമ്മുടെ സ്റ്റഡിയുടെ ഇനീഷ്യലി കണ്ടു, നമുക്ക് പഠിക്കാനുള്ള 3 സാധനങ്ങൾ, ഇമ്പോർട്ടൻറ്റ് 3 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ഇൻ ബ്ലൂ, 4 സാധനം: ടേം ബെനിഫിറ്റ്, അലവൻസ്, പെർക്വിസിറ്റ്, PF. ഇനി എംപ്ലോയർ ആണ് നമുക്ക് വേണ്ടി ഇത് പേ ചെയ്യുന്നതെങ്കിൽ ആദ്യം അത് ഈ PF കൊണ്ടുവന്ന് ടാക്സബിൾ ആക്കണം. ടാക്സബിൾ ആക്കിയതിന് ശേഷം നമുക്ക് അതിനെ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിമ്പിളായിട്ട് പറയാം. പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എംപ്ലോയർ എന്തെങ്കിലും ബെനിഫിറ്റ് തരണം, ക്യാഷ് ആയിട്ട് തന്നെയില്ല, നോൺ മോണിറ്ററി ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് തരണം. അപ്പോൾ നിങ്ങളൊരു ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ രാവിലെ ചെന്നപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റ് നിങ്ങളുടെ മേശയിലിരിക്കുക, ഒരു 1,500 രൂപ അല്ലെങ്കിൽ 2,500 രൂപ, വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ലാഭമല്ലോ, എൻ്റെ സാർ എനിക്ക് വേണ്ടി ഇത് അടച്ചു തന്നു. അപ്പോൾ ഇൻകം ടാക്സ് ആയിട്ട് എന്താ പറഞ്ഞത്? ഒരു എംപ്ലോയിക്ക് ആ റിലേഷൻഷിപ്പിൽ എന്ത് കൊടുത്താലും സാലറി എന്നാണ് പറഞ്ഞത്, അല്ലേ? എനിത്തിങ്. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് കൊടുത്തൊരു സാധനമല്ലേ ഈ പ്രൊഫഷണൽ ടാക്സിൻ്റെ റെസീറ്റ്? കാശ് കൊടുത്തില്ല, പക്ഷെ അടച്ചു കൊടുത്തു, അല്ലേ? അപ്പോൾ അതൊരു പെർക്വിസിറ്റായി. ഓക്കെ, നമ്മൾ പെർക്വിസിറ്റിൻ്റെ സ്റ്റഡിയിൽ കൂടുതൽ പഠിക്കും അത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഡക്ഷൻസ് കവർ ചെയ്തു. ഇതിൻ്റെ സെക്ഷനാണ് 16(3). ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഒന്ന് സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എന്ത് കൊടുത്താലും അത് സാലറിയാണ്. ഈ സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് 3 ഐറ്റംസ് ക്ലെയിം ചെയ്യാം. ആൻഡ് ദേ ഫോൾ അണ്ടർ സെക്ഷൻ 16(1)(a) വരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ആൻഡ് ദാറ്റ് ഷാൽ ബി ദ ലോവർ ഓഫ് 50,000 ഓർ ഗ്രോസ് സാലറി, വിച്ച് എവർ ഇസ് ലോവർ, അല്ലേ? രണ്ടാമത്തെ ഐറ്റമാണ് 16(2), ആൻഡ് ദാറ്റ് ഇസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇത് ആദ്യം ഇതിന് സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം സ്റ്റെപ്പായിട്ട് നമ്പർ 1 ഇൻക്ലൂഡ് ഇൻ സാലറി, അല്ലേ? 2 ഡിഡക്ഷൻ കിട്ടും ഓൺലി ഇഫ് യു ആർ എ ഗവൺമെൻറ് എംപ്ലോയി. Yes, and that deduction shall be the lowest of 20% of basic pay, 5,000 rupees or actual received. ഇതിൻ്റെ 3ൻ്റെയും ലോവസ്റ്റ്, അല്ലേ? ആൻഡ് അങ്ങനെ വന്ന് 3ാമത്തെ ഐറ്റത്തിനാണ് നമ്മൾ കയറിയത്, ആൻഡ് ദാറ്റ് ഇസ് പ്രൊഫഷണൽ ടാക്സ്. ഇത് പെയ്ഡ് ആയാൽ മാത്രം ഡിഡക്ട് ചെയ്യാം, ഇനി ഇൻ കേസ് എംപ്ലോയി ആണ് പേ ചെയ്യുന്നതെങ്കിൽ സ്ട്രേറ്റ് ഡിഡക്ഷൻ, ചോദ്യം പറഞ്ഞിരുന്നില്ല. എംപ്ലോയർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ 2 സ്റ്റെപ്പ്: 1 പെർക്വിസിറ്റ് ആയിട്ട് ടാക്സബിൾ ആക്കുക, 2 അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിഡക്ഷൻ എടുക്കുക. സിമ്പിൾ, റൈറ്റ്? വെരി സിമ്പിൾ. അത്രേ ഉള്ളൂ ഇൻകം ഫ്രം സാലറിയുടെ ഡിഡക്ഷൻ ഐറ്റംസ്. അപ്പോൾ സെക്ഷൻ 15ഉം 16ഉം ഒരുവിധം മനസ്സിലായില്ലേ? ഇനി നമുക്ക് മെയിൻ സാധനത്തിലേക്ക് കിടക്കാം. ഓക്കെ, ദ മെയിൻ സെറ്റ് ഓഫ് ഐറ്റംസ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് ജസ്റ്റ് ഡു എ റഫ് ചെക്ക് ഓഫ് ദി കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റിൽ ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ഒരു ലൈൻ വിട്ടിട്ടുണ്ട്, അതാ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇവിടെ വിട്ടിട്ടുണ്ട്. യെസ്, അവിടെയൊക്കെ ലൈൻ വിട്ടിട്ടുണ്ട്. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇവിടെയും വിട്ടിട്ടുണ്ട്. എന്താ റീസൺ എന്ന് വെച്ചാൽ, സൂം ഔട്ട് എ ബിറ്റ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന സെറ്റ് ഓഫ് ഐറ്റംസ്, അതായത് വേറെ കളർ എടുക്കണം, ഈ കാണുന്ന സെറ്റ് ഓഫ് ഐറ്റംസ് ആർ ഓൾ ബേസിക് ഐറ്റംസ്.
ഓക്കെ, ഇത് ജനറലി ഒരു മാസക്കണക്കിനൊക്കെ ആയിരിക്കും തരുന്നത്. ബേസിക് സാലറി ഒരു മാസം ഇത്ര, DA മാസം ഇത്ര, കമ്മീഷൻ ഇത്ര, ബോണസ് ഇത്രയൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. അതിന് കാൽക്കുലേഷൻ ഒരുപാട് ചെയ്യാനില്ല, നമ്മൾ നേരെ എടുത്ത് പുറത്തേക്ക് എഴുതി വയ്ക്കുക, നേരെ എമൗണ്ട് എടുത്ത് പുറത്തേക്ക് എഴുതുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ DA എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇത് 2 തരത്തിലാവാം. ഒന്നില്ലെങ്കിൽ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി, അല്ലെങ്കിൽ നോർമൽ DA. അതെന്താണെന്നുള്ളത് നമ്മൾ കാണും. അപ്പോൾ ഫോർമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് വിളിക്കും, FPRB. അത് എൻ്റെ ഷോർട്ട് ഫോം ആട്ടോ. അങ്ങനെ ഇത്രയും ബേസിക് സാധനങ്ങളുണ്ട്. ബേസിക് DA, കമ്മീഷൻ, ബോണസ് ആൻഡ് ലോട്ട് ഓഫ് ഐറ്റംസ്, അഡ്വാൻസ്, ഓവർ ടൈം, എക്സ്ഗ്രാഷ്യ, ഇൻസെൻറ്റീവ്, പ്രോഫിറ്റ് ലീവ്. ജസ്റ്റ് ടേക്ക് നോട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. അത് കഴിഞ്ഞ് ലൈൻ വിട്ടു, ഞാനൊരു സ്പെഷ്യൽ ഐറ്റത്തിന് എഴുതി. സ്പെഷ്യൽ ഐറ്റം നമ്പർ 1, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് സാലറി, റീട്രെൻച്ച്മെൻറ്റ് കോമ്പൻസേഷൻ, VRS, ഇങ്ങനെ 5 എണ്ണമാണ് വരുന്നത്. ഈ 5 എണ്ണവും നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. വാട്ട് വി ആർ റിസീവിങ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? ഒരു പ്രത്യേക കണ്ടുപിടിക്കുക. എന്താണ്? അതിൽ നിന്ന് നമുക്കൊരു എമൗണ്ട് കുറയ്ക്കാം, എക്സെംഷൻ എമൗണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദിസ് എക്സെപ്റ്റ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐറ്റം. അതേപോലെ അലവൻസ് നമുക്ക് തരുന്ന എമൗണ്ട് എത്രയാണെന്ന് പറയും. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സെംഷനാണ്. മനസ്സിലായോ? എക്സെംഷനാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. കിട്ടുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഇനി പെർക്വിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീട് തരുന്നു, ഒരു കാർ തരുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റ് കൊണ്ടൊന്ന് മേശ വയ്ക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ടൂർ പോകാനായിട്ട് ടൂർ പാക്കേജ് എടുത്ത് തരുന്നു, അങ്ങനെയൊക്കെയാണ് തരുന്നത്. അതാണ് പെർക്വിസിറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ തരുന്ന ഐറ്റം, അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ, സിമ്പിൾ അല്ലേ? ഇനി ഒരു 3 ഐറ്റം ഉണ്ട്. 3 ഐറ്റം ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻകം സ്റ്റഡിയിൽ ഇൻകംസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായില്ലേ? ഇന്ത്യൻ ഇൻകത്തിലെ 2ാമത്തെ ഐറ്റം. അതിലുള്ള 3 സാധനങ്ങളായത്. ഒന്നാമത്തത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ഓഫ് 12%. ഇൻകം ടാക്സ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമുക്ക് RPF എന്ന് പറഞ്ഞൊരു പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നാണ് എൻ്റെ പേര്. അതൊരു ഒരു പെൻഷൻ ഫണ്ടാണ്. RPF ഇതിലേക്ക് എംപ്ലോയറിനും എംപ്ലോയിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇതൊന്നും പേയ്മെൻറ്റിന് സാലറി ഇങ്ങനെ ഇടുന്ന. ഇപ്പോൾ എംപ്ലോയർ പറയാം നിൻ്റെ സാലറി 1,00,000 രൂപ, അതിൽ ഞാൻ എംപ്ലോയർ പറയാം ഒരു 10,000 രൂപ PF ഇടും. ഓക്കെ, അപ്പോൾ ബാക്കി 90 ഉള്ളൂ. ഇപ്പോൾ 90 ടാക്സ് കൊടുത്താൽ മതി എന്നാണ് പറയണത്. 90 ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ എംപ്ലോയർ ഇടുന്നതിന് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുക. എന്നിട്ട് ഇത് കൊല്ലങ്ങളായിട്ട് നമ്മൾ PF എടുക്കും. അപ്പോൾ 90 നമ്മുടെ ഇപ്രാവശ്യത്തെ മാസ സാലറി ആയിട്ട് കൂട്ടുള്ളൂ, 1,00,000 കൂട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഈ എംപ്ലോയർ ഇടുന്നതിനെ ചെക്ക് ചെയ്യണം. ഇസ് ഇറ്റ് ഇൻ എക്സിസ് ഓഫ് 12%? 12%-ന് മുകളിലാണോ കുറവാണോ? യെസ് ഓർ നോ? If it is in excess of 12%, that excess will be taxable. No ആണെങ്കിൽ exempt, fully exempt. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്താ 1,10,000 അല്ല 1,10,000 എന്ന് പറഞ്ഞത് വൃത്തിയായിട്ട് എഴുതട്ടെ. 1,00,000 എൻ്റെ എന്ത് ബേസിക് പേ പ്ലസ് DA പ്ലസ് ബേസിക് പേ പ്ലസ് DA. എനിക്ക് ബേസിക് പേയും DA FPS ഉള്ളൂ നോക്കി. എൻ്റെ ബേസിക് പേയും DAയും കൂടെ 1,00,000 ആണുള്ളത്. എംപ്ലോയർ ഇട്ടത് 10,000 രൂപ, 10,000 ഇട്ടു. ഇപ്പോൾ ഈ 10,000 എന്ന് പറഞ്ഞാൽ 1,00,000-ന് എത്ര പെർസെൻറ്റേജാണ്? 10% അല്ലേ? 10%. 12%-ന് എക്സസ് ആയാലല്ലേ ടാക്സബിൾ ആവുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് ഇസ് നോട്ട് ഇൻ എക്സസ്, സോ ദിസ് വിൽ ബി എക്സെംപ്റ്റ് PU2. ഇനി 10,000 അല്ല ഇട്ട് 15,000 ഇട്ടു. അത് എത്ര പെർസെൻറ്റേജായി? 15% അല്ലേ? 15,000 1,00,000-ന് 15% അല്ലേ? അപ്പോൾ ഇറ്റ് ഗോട്ട് ഇൻ ടു എക്സസ് ഓഫ് 12%. കറക്റ്റ്. 12%-നേക്കാളും 3% എക്സ്ട്രാ കയറി, 3% എക്സ്ട്രാ കയറി അല്ലേ? അപ്പോൾ ആ എക്സസ്, ഈ എക്സസ് ടാക്സബിൾ ആവും. ഈ എക്സസ് എത്രയുണ്ട്? അപ്പം 3% എന്ന് പറയുമ്പോൾ 3,000 രൂപ. ആ 3,000 രൂപ എന്നെ 12 മാസത്തേക്ക് എത്ര മാസത്തേക്ക് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് എഴുതണം. ഇനി അതേപോലെ എംപ്ലോയി ഇടുന്ന പേയ്മെൻ്റ് ആണെങ്കിൽ, എംപ്ലോയി ആണ് ഇടുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നാണ് PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും ടാക്സബിലിറ്റി വരില്ല. നമുക്ക് 80C-ൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നമ്മൾ പഠിക്കും, ഡിഡക്ഷൻ്റെ ചാപ്റ്ററിൽ അത് പഠിക്കും. ഓക്കെ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ RPF-ലേക്ക് ഇട്ടിട്ട് കുറേ ഫണ്ട് വന്നു അല്ലേ? കാശ് കിടക്കല്ലേ, കാശ് വെറുതെ കിടക്കില്ല, അത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. ശരിയാണല്ലോ അല്ലേ? ഈ ഇൻട്രസ്റ്റും ടാക്സ് ഫ്രീ ആണെന്നാണ് പറയണത്. ടാക്സ് ഫ്രീ ആണെങ്കിൽ ഒറ്റ കണ്ടീഷനുള്ളൂ. എന്താണെന്നറിയോ?
this interest should not exceed, അതായത് the interest should be less than or equal to 9.5%. അപ്പോൾ എൻ്റെ RPF പറയുക എനിക്ക് 8% ഇൻട്രസ്റ്റ് വരും, ഫ്രീ, നോ ടാക്സ്, എക്സെപ്റ്റ് ഈ പറഞ്ഞ കണക്കിന്. അല്ല, എൻ്റെ RPF പറയുക 8 അല്ല 14% തരും. 14% തരികയാണെങ്കിൽ പ്രശ്നമായി. ഇതിൻ്റെ മുകളിലേക്ക് പോയില്ലേ? അത് എത്ര വെച്ച് മുകളിലേക്ക് പോയി എന്നുള്ളത് കണ്ടുപിടിക്കണം. എത്ര വെച്ച് മുകളിലേക്ക് പോയി? 9.5 നിന്നും 14 എത്രയുണ്ട്? വി ഹാവ് 14 മൈനസ് 9.5 അല്ലേ? അത് എത്രയുണ്ട്? 4.5% ഉണ്ട്. ദിസ് വിൽ ബി ടാക്സബിൾ. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ RPF കിട്ടിയത് 14% ഇൻട്രസ്റ്റ് ആൻഡ് 28,000 രൂപയാണ് കിട്ടിയെന്ന് വയ്ക്കും. 28,000 രൂപയാണ് എനിക്ക് RPF കിട്ടിയത് 14% ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് എക്സസ് എത്ര വന്നു? 14 മൈനസ് 9.5 ചെയ്താൽ 4.5% എക്സസ് വന്നു. കറക്റ്റാണല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4.5% ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 14% 28,000 ആണെങ്കിൽ 4 എങ്ങനെ കണ്ടുപിടിക്കും? 4.5% ഇൻറ്റു 28,000 divided by 14%. Simple cross multiplication. This into this divided by this. സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ കേസ് അല്ലേ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇത് എത്ര വരും? ദിസ് വിൽ ബി 9,000 rupees. 9,000 rupees ഇവിടെ ടാക്സബിൾ ആകും. അതേപോലെ ലാസ്റ്റ് ഐറ്റം, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു 80CCD പെൻഷൻ പ്ലാൻ. നമ്മൾ 80C to 80U ഡിഡക്ഷൻസിലൊരു സാധനം പഠിക്കും. സെക്ഷൻ 80CCDയിൽ ഒരു പ്രത്യേക പെൻഷൻ പ്ലാൻ ഉണ്ട്, NPS അല്ലെങ്കിൽ അടൽ പെൻഷൻ യോജന എന്നറിയപ്പെടുന്നത്. അതിലേക്ക് ഇതേപോലെ തന്നെ എംപ്ലോയറിനും കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആദ്യം സാലറിയിൽ ടാക്സബിൾ ആക്കണം. എത്രയായാലും എക്സസോ 2%, 4% ഒന്നുമില്ല, ഫുള്ളി ടാക്സബിൾ ആക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. 80Eയിലുള്ളതിന് ടാക്സബിൾ ആക്കൊന്നും വേണ്ട, നേരെ 80CCDയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്താൽ മതി. അത് നമ്മൾ 80CCDയിൽ പഠിക്കും എങ്ങനെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, സിമ്പിൾ അല്ലേ, ബേസിക്. നോ നമ്മുടെ ഡിഡക്ഷൻസ് അങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ, നമ്മളിപ്പോൾ കണ്ട എല്ലാ ഐറ്റംസും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനം, 1 സെക്കൻഡ്, സോറി എന്തോ വിളിച്ചോന്നല്ലോ, എൻ്റെ ഈ ലാപ്ടോപ്പ് മാറാറായി. ഈ എല്ലാ ഐറ്റംസും ആഡ് ചെയ്താൽ ബേസിക് ഐറ്റംസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആഫ്റ്റർ എക്സെപ്ഷൻ, അലവൻസ് ആഫ്റ്റർ എക്സെപ്ഷൻ, പെർക്വിസിറ്റ്, ദീ പറ സ്പെഷ്യൽ ഐറ്റംസ്, ഏത് സ്പെഷ്യൽ ഐറ്റംസ് ഇത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. അതിൽ നിന്നും നമുക്ക് 3 ഐറ്റംസ് കുറയ്ക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓൺലി ഇഫ് യു ആർ എ ഗവൺമെൻറ് എംപ്ലോയി, ആൻഡ് പ്രൊഫഷണൽ ടാക്സ്. അത് 3ഉം കൂടെ കുറയ്ക്കുക. ആൻസർ ഇസ് ടാക്സബിൾ സാലറി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഒന്ന് സൂം ഔട്ട് ചെയ്തോട്ടെ. സി ഹൗ ഐ ഹവ് പ്രസൻറ്റഡ് ദിസ്. ഓക്കെ, ബേസിക് ഐറ്റംസ് എല്ലാം പുറത്ത്. ആൻഡ് അതിന് മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറയാൻ പറ്റുമോ? ഹെഡിങ് എഴുതിയിരിക്കുന്നുണ്ടോ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഓഫ് ആളുടെ പേര് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. സോ ഹെഡിങ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. ആൻഡ് ദാറ്റ് ഫോർമാറ്റ് ഇസ് കമ്പ്യൂട്ടേഷൻ. ആദ്യം ഓഫ് വാട്ട്? അപ്പോൾ ഓഫ് ഇൻകം ഫ്രം സാലറി അത്. ഓക്കെ, ഓഫ് ഹൂസ്, ആരുടെ, എന്തിൻ്റെ, കമ്പനിയുടെയാണ് അത്. ഫോർ വെൻ. അപ്പം എന്താണ് കമ്പ്യൂട്ട് ചെയ്യണത്? ആരുടെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഏത് വർഷത്തേക്കാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ദിസ് ഇസ് ഫോർ വെൻ. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഓഫ് മിസ്റ്റർ നിഷാന്ത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ നിഷാന്ത്, അതാണ് ഹൂസ്, ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 23-24. അങ്ങനെ വേണം വരാൻ. മനസ്സിലായി? നിർബന്ധമാണ് ഹെഡിങ്ങിൽ 3 കാര്യവും വേണം. എന്താണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആരുടെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എന്നത്തേക്കാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ ഈ ഹെഡിങ് എല്ലാം വൃത്തിയായിട്ട് എഴുതി, പെർട്ടിക്കുലേഴ്സ് 2 amount കോളം, 1 ഇന്നർ മറ്റേത് ഔട്ടർ. അമൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ഒരു കാര്യം കൂടെ ഓർക്കുക, ഇവിടെ നിന്ന് കൊടുക്കുക ഇൻ റുപ്പീസ് ആക്ച്വൽ. ഓക്കെ, അതും കൂടെ കൊടുക്കുക. ഇനി അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ വേണമെന്നില്ല, പക്ഷെ ഒരു വൃത്തിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ബേസിക് ഐറ്റംസ് എല്ലാം ഇല്ലേ, അതെല്ലാം അമൗണ്ട് പുറത്തെഴുതുക അമൗണ്ട് കോളത്തിൽ. കാരണം പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ലല്ലോ ചെയ്യാൻ. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഇല്ലേ, അത് ഇന്നറിൽ എഴുതുക. ഇന്നറിൽ എഴുതിയതിൻ്റെ എക്സംഷൻ ഇന്നറിൽ നിന്ന് കുറയ്ക്കുക. നെറ്റ് അമൗണ്ട് പുറത്തേക്ക് എഴുതുക. അലവൻസും അതേപോലെ തന്നെ. പെർക്വിസിറ്റ് ചിലപ്പോൾ നമുക്ക് 4-5 പെർക്വിസിറ്റ് ഉണ്ടാകും ക്വസ്റ്റനിൽ. അങ്ങനെ ഓരോ പെർക്വിസിറ്റായിട്ട് ഇന്നറിൽ എഴുതി ഒന്നിൻ്റെ അടിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. മൊത്തം വാല്യൂ പുറത്തേക്ക് എഴുതുക. ഓക്കെ, ആൻഡ് ഇവൻച്വലി
ഈ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇതെല്ലാം പുറത്തേക്ക് എഴുതുക. വേറൊരു സേഫ് സോണും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സെല്ലും കൂടി ഇട്, നോട്ട്, വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട്. അത് നേരെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചൊരു ഒരു കോളം ആയിക്കോട്ടെ. അതും കൂടെ എപ്പോഴും അതും കൂടി ഇടുക. ഓക്കെ, എന്തായാലും നമ്മൾ സാലറിയുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ എടുത്ത് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐഡിയലി ഞാൻ എപ്പോഴും പറയാം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു വർക്കിംഗ് നോട്ട്, 2 എമൗണ്ട് കോളം, എമൗണ്ട് പിന്നെ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എഴുതണമെന്നില്ല കേട്ടോ. ഇങ്ങനെ വേണം എപ്പോഴും എഴുതാനായിട്ട്. ഓക്കെ, ആ വർക്കിംഗ് നോട്ടിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ, പെർക്യൂസിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കണ്ടവാനും ചെയ്യാനുണ്ടാവും. പെർക്യൂസിറ്റ് ഇപ്പോൾ ഞാൻ കാറിൻ്റെ വാല്യൂ 50,000 ഇവിടെ എഴുതി നോക്കിയോ, അത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ആ വർക്കിംഗ് നോട്ട് ഇവിടെ എഴുതിയിട്ട് കാണിക്കുക. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഓഫ് സാലറി. അടുത്ത വീഡിയോയിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിലേക്ക് കടക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കംപ്ലീറ്റ് ബേസിക്സ് ഓഫ് സാലറി. ഞാൻ പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരാം. സാലറിയിൽ നമ്മൾ കണ്ടു സെക്ഷൻസ് 15 to 17 ആണ്. നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡിയെ പറയുകയാണെങ്കിൽ സെക്ഷൻ 15 ഇസ് ചാർജബിലിറ്റി ആണല്ലോ, ഇപ്പം കണ്ടതാട്ടോ, ഇത്രയും നേരം കണ്ട സ്റ്റഡി. സെക്ഷൻ 16 ഇസ് ഡിഡക്ഷൻസ് അല്ലേ, ഡിഡക്ഷൻസ് നമ്മൾ കണ്ടു 16(1)(a) ഉണ്ട്, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, കറക്റ്റ്. സെക്ഷൻ 16(2) ഉണ്ട്, ദാറ്റ് ഇസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, കറക്റ്റ്. സെക്ഷൻ 16(3) ഉണ്ട്, ദാറ്റ് ഇസ് പ്രൊഫഷണൽ ടാക്സ്, കറക്റ്റ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഷാൽ ബി ദ ലോവർ ഓഫ് 2 ഐറ്റം, ₹50,000 ഓർ ഗ്രോസ് സാലറി, കറക്റ്റ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ആദ്യം സ്റ്റെപ്പാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 ഇൻക്ലൂഡ് ആസ് ടാക്സബിൾ അലവൻസിൽ ഒരു ടാക്സബിൾ ഐറ്റമായിട്ട് എഴുതുക. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടെ നോക്കിയേ, അലവൻസ് ഉള്ളത് കിടക്കുന്നുണ്ടല്ലേ ഇവിടെ, അതിൻ്റെ ഇവിടെ നേരെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞ് എഴുതുക. അതിന് എക്സംഷൻ ഒന്നും കുറയ്ക്കാനില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഗ്രോസ് സാലറി കണ്ടുപിടിച്ചതിന് ശേഷം ആഫ്റ്റർ ഗ്രോസ് സാലറി അല്ലെങ്കിൽ ആഫ്റ്റർ ഗ്രോസ് സാലറി സ്റ്റെപ്പ് 2 claim deduction. Now deduction will be the lowest of 3 items. ഏതാണത്? Number 1 20% of basic pay, correct. Number 2 5,000 rupees. Number 3 actual received, correct. And finally professional tax deduction only if it's actually paid. ഓക്കെ, ആ പെയ്ഡ് എംപ്ലോയി പേ ചെയ്യണമാവാം അല്ലെങ്കിൽ എംപ്ലോയർ പേ ചെയ്യണമാവാം. എംപ്ലോയർ പേ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻക്ലൂഡ് സ്റ്റെപ്പ് 1 ഇൻക്ലൂഡ് ആസ് പെർ ക്വിസിറ്റ്, എന്നിട്ട് ഗ്രോസ് സാലറി കണ്ടുപിടിക്കുക, ഫൈൻഡ് ഗ്രോസ് സാലറി, ദെൻ സ്റ്റെപ്പ് 2 ഡിഡക്ഷൻ. എംപ്ലോയി ആണ് പേ ചെയ്യണമെങ്കിൽ ഒന്നും ഇൻക്ലൂഡും ചെയ്യേണ്ട, ടാക്സബിൾ ആക്കേണ്ട, നേരെ ഡിഡക്ഷൻ. യെസ്, അപ്പം അങ്ങനെ നമ്മൾ ഡിഡക്ഷൻസിൻ്റെ സെക്ഷൻ 16 കണ്ടു, എന്നിട്ട് സാലറിയുടെ ചാപ്റ്ററിൽ കണ്ടു. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒരു കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റാണ്, കമ്പ്യൂട്ടേഷൻ ഏരിയയാണ്. അവിടെ നമ്മൾ ഫോർമാറ്റാണ് ഇപ്പോൾ കണ്ടത്. ഇത് കഴിഞ്ഞ് വരാൻ പോകുന്നത് ഒരു സെറ്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, രണ്ടാമത്തത് അലവൻസസ്, മൂന്നാമത്തത് പെർക്വിസിറ്റ്സ്, നാലാമത്തത് ഇതൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് തന്നെ, പക്ഷെ വേറൊരു രീതിയിൽ നമ്മളിതിനെ പഠിക്കുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റഡി we'll start off with retirement benefits and proceed with the rest. Okay, so I hope you understood this study very well. In case you have any doubt or require any kind of clarification, please do message, please do comment, please do reach out. Okay, I am here, I'll provide the best kind of assistance that I can to make your experience of learning tax the best. So okay then, tata, take care, goodbye, see you in my next video.